ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാണോടാ? എല്ലാവരും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഫ്രഷ് ആയിട്ട് മിസ് ഇതേ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ 12 ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് അഥവാ പട്ടികകളും ചിത്രങ്ങളും. നമ്മുടെ 5ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് അല്ലെ? ഇതോടെ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിയാണ് അല്ലെ? നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് അല്ലേടാ. അപ്പൊ നോക്കി, നമ്മുടെ ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പട്ടികകളും ചിത്രങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോ ഈ ഗ്രാഫ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ മാത്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ, ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ 6ാം ക്ലാസ് ആയിക്കോട്ടെ, 7ാം ക്ലാസ് ആയിക്കോട്ടെ, 8ാം ക്ലാസ് ആയിക്കോട്ടെ, 9, 10 അങ്ങോട്ട് പോയിക്കോട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തിനെ പറ്റി പഠിക്കാനുണ്ടടാ? ഈ ഗ്രാഫിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് ഈ ഗ്രാഫിനെ പറ്റിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഗ്രാഫിനെ പറ്റിയിട്ടല്ല, അതേടാ അതിന് മുന്നേ ഒരാൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ കിടപ്പുണ്ട്. ആരാണ്? ടേബിൾസിനെ പറ്റിയിട്ടാണ്. മിസ് ഇനി അധികം ഒന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് കേട്ടിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. സോ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മക്കളെ എന്താണ്? ടേബിൾസ് അഥവാ പട്ടികകൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ടോപ്പിക്കില് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും, അതൊന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു കഴിവാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയടാ, മിസ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ എന്താണെന്ന് അറിയോ? നമ്മുടെ 5ാം ക്ലാസ്സിലെ ക്ലാസ് 5 കേട്ടോ, 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാമിന് കിട്ടിയിരിക്കുന്ന മാത്സ് എക്സാമിന് കിട്ടിയിരിക്കുന്ന മാർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ 35 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ടോട്ടൽ 35 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ എത്ര കുട്ടികൾക്കാണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്, എത്ര കുട്ടികൾക്കാണ് ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്, എത്ര കുട്ടികൾക്കാണ് സി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ പറയുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടാ? അത് നോക്കിക്കോ, 9 കുട്ടികളാണ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ബി ഗ്രേഡ് കിട്ടിയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട് അല്ലെ? അതുപോലെ സി ഗ്രേഡ് കിട്ടിയിട്ടുള്ള 9 കുട്ടികളുണ്ട്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെ, ഇവരെ തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുന്ന ടൈപ്പ് ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഒന്ന് കമന്റ് ചെയ്തിടാ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നത്? നമുക്കിപ്പോ മിസ് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 9 കുട്ടികളുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. അതുപോലെ പിന്നെ നമുക്ക് എന്ത് പറയാം? ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 10 കുട്ടികളുണ്ട്. അത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റൂടാ? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലേ? നോക്കി, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതാണ്? അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. ഏത് ഗ്രേഡാ കിട്ടിയിരിക്കുന്നത്? ബി ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ടേബിളിൽ നിന്ന് സിമ്പിൾ ആയിട്ട് പറയാം, ഏതാണ്? ബി ഗ്രേഡ് ആണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് പറയാലോ, ഏറ്റവും കുറവ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതാണ്? നമുക്ക് പറയാലോ, ഏതാണ്? ഏറ്റവും കുറവ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഇ ഗ്രേഡ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല 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 കാര്യങ്ങൾ അല്ലെ, പലരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ മിസ് നമ്മുടെ ചാപ്റ്ററിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ടേബിൾസ് ആണ് മിസ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലാസ് 6ന്റെയും ക്ലാസ് 7ന്റെയും ഒരു ടേബിൾ ആണ്. നമ്മളിപ്പോ ക്ലാസ് 5ന്റെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് 6ലെയും ക്ലാസ് 7ലെയും സ്റ്റുഡൻസിന് മാത്സ് എക്സാമിന് കിട്ടിയിരിക്കുന്ന ഗ്രേഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഇപ്പൊ ഇവിടെ നോക്കി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 10 അല്ലെ. 10 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 12 കുട്ടികളുണ്ട്. സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 8 കുട്ടികളുണ്ട്. അങ്ങനെ 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 ഈ ഗ്രേഡ് വരെ പോകും അല്ലെ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 12 കുട്ടികളുണ്ട്. ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 9 കുട്ടികളുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് ടേബിൾ അല്ലെ, 2 ടേബിൾസ് കൂടി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതാടാ? ഇവിടെ ഇവിടെ 6ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് ബി ഗ്രേഡ് ആണ്. 7ാം ക്ലാസ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 7ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഏതാണ്?
എ ഗ്രേഡ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളാണ് ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിവിടെ ഈ ഒരു ടേബിളിലെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിന്റെ 6ാം ക്ലാസ്സിന്റെ 7ാം ക്ലാസ്സിന്റെ 3 ടേബിളുകൾ പറഞ്ഞല്ലേ. ഈ 3 ടേബിളിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നറിയും? കൂട്ടിച്ചേർക്കാൻ പോവാണ്. ഒരൊറ്റ ടേബിളിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി എഴുതാനായിട്ട് പോവാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടേബിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഭാഗത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലാസ് എന്നും രണ്ടാമത്തത് ഗ്രേഡ് എന്നും. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് നേരെ വരുന്ന ആ ഹൊറിസോണ്ടൽ ഭാഗത്ത് ആ ഒരു റോയിൽ നമ്മൾ എന്ത് എഴുതി? ആ ക്ലാസ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതി വെച്ചു. ഏതൊക്കെയാണ്? നമ്മുടെ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് മിസ് അവിടെ എഴുതി. ഓക്കെ, ഇനി ഇതേ ഗ്രേഡ് എന്ന് മിസ് എഴുതിക്കുന്നതിന്റെ നേരെ താഴേക്ക് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ട് കോളത്തില് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട് മക്കളെ? അത് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു കോളത്തിൽ എന്തെഴുതി? നമ്മുടെ ഗ്രേഡ് എഴുതി. ആൻഡ് ഈ ഒരു റോയിൽ നമ്മൾ എന്തെഴുതി മക്കളെ? ക്ലാസ് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഭാഗവും ഈ കോളത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടേബിളിലെ ഓരോ ഭാഗവും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എന്താ ഈ 9 വന്നിരിക്കുന്നത്? എന്താ സംഭവം? ഇത് നോക്കിക്കോടാ. 5ാം ക്ലാസ്സിന്റെ നേരെ താഴെയാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. അതുപോലെ ഈ ഗ്രേഡിന്റെ നേരെ അടുത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? 5ാം ക്ലാസ്സില് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 9 കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 9 കുട്ടികളുണ്ട്. അതുപോലെ 5ാം ക്ലാസ്സിൽ ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 10 കുട്ടികളുണ്ട്. ഇവിടെ നമുക്ക് ഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിൽ ചെയ്യണം. നമുക്കിപ്പോ ഫിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? ദേ നോക്കിക്കോ, നമ്മൾ ഫിൽ ചെയ്യാനായിട്ട് പോവാടാം. നോക്കിക്കോ. ഓക്കെ, സോ നമ്മുടെ 5ാം ക്ലാസ്സിന്റെ ടേബിൾ ഒന്ന് നമുക്ക് എടുക്കാം. നോക്കിക്കോ, 5ാം ക്ലാസ്സിന്റെ ടേബിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും കാര്യം ഓൾറെഡി നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്, ടേബിളിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി സി ഗ്രേഡും ഡി ഗ്രേഡും ഇ ഗ്രേഡും കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ സി ഗ്രേഡിന്റെ കാര്യം ഒന്ന് നോക്കാം. സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? നമുക്ക് 9 കുട്ടികളാണ് 5ാം ക്ലാസ്സിലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 9 കുട്ടികൾ. എവിടെ എഴുതണം? 5ാം ക്ലാസ്സിന്റെ നേരെ താഴെ വേണം നമ്മൾ എഴുതാൻ കേട്ടോ. അതുപോലെ ഇനി അടുത്തത് ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട് 5ാം ക്ലാസ്സിൽ? നമുക്ക് നോക്കാം. ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 6 കുട്ടികളുണ്ട്. അപ്പൊ മിസ് ഇവിടെ ഫിൽ ചെയ്തു. 6 കുട്ടികൾ ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് മിസ് ഫിൽ ചെയ്തു. ഓക്കെ, അതുപോലെ ഇ ഗ്രേഡിന്റെ കാര്യം കൂടി നോക്കാം. ടി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഒരാളാണ് നമ്മുടെ 5ാം ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 1 എന്ന് ഫിൽ ചെയ്യുന്നു. ഓക്കെ ആണോടാ? ഫസ്റ്റ് കോളം സൂപ്പർ ആയിട്ട് നമ്മൾ ഫിൽ ചെയ്തില്ലേ? 5ാം ക്ലാസ്സിൽ ഓരോ ഗ്രേഡും കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ ഫിൽ ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണോടാ? 6ാം ക്ലാസ്സിലെ കാര്യം കൂടി നമുക്ക് ഫിൽ ചെയ്യണം. അപ്പൊ നോക്കാലോ, 6ാം ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം അതാണ് നമ്മൾ 6ന്റെ നേരെ താഴെ എയുടെ നേരെയായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന 10 എന്ന്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിനി 6ാം ക്ലാസ്സിൽ ബിയുടെ നേരെ നമ്മൾ അപ്പൊ എന്ത് എഴുതണം? ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം വേണം എഴുതാൻ. 6ാം ക്ലാസ്സിൽ ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടടാ? 12 കുട്ടികളുണ്ട്. അപ്പൊ മിസ് ഇവിടെ 12 എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. ഇനി സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 6ാം ക്ലാസ്സിന്റെ താഴെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കോ, 8 കുട്ടികളുണ്ട്. അപ്പൊ മിസ് 8 എന്ന് എഴുതി. വീണ്ടും ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടടാ? ഇവിടെ 2 ഉണ്ട്. മിസ് ഇവിടെ 2 എഴുതി. വീണ്ടും ഇ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിക്കേ. 2 കുട്ടികളുണ്ട്. അപ്പൊ വീണ്ടും മിസ് എഴുതുന്നു 2 എന്ന്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അപ്പൊ 6 എന്ന് പറയുന്നതിന് നേരെ താഴെയുള്ള ആ ഒരു കോളം നമ്മൾ എന്ത് ചെയ്തു? ഫിൽ ചെയ്തു. ഇനി 7ാം ക്ലാസ്സിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു കോളത്തിൽ ഫുള്ള് ഫിൽ ചെയ്യേണ്ട എന്തിനെ പറ്റിയിട്ടാണ്? 7ാം ക്ലാസ്സിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ 7ാം ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ട കേട്ടോ. അപ്പൊ മിസ് എടുത്തു. എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അതേ കാണാലോ നമുക്ക്. 12 കുട്ടികളുണ്ട്. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടടാ? 9 കുട്ടികളുണ്ട്. 9 എന്ന് മിസ് ഇവിടെ എഴുതി. ഇനി സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ടടാ? 7 കുട്ടികളുണ്ട് അല്ലെ. അതുകൊണ്ട് മിസ് ഇവിടെ 7 എന്ന് എഴുതി. വീണ്ടും ഡി ഗ്രേഡ് 4, ഇ ഗ്രേഡ് 1. അപ്പൊ അത് രണ്ടും മിസ് എഴുതാണ് 4 എന്നും 1 എന്നും. ഓക്കെ ആണല്ലോടോ? അപ്പൊ നോക്കിക്കോ, നമുക്ക് 3 ടേബിൾ ആയിട്ട് തന്നിരുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ ടേബിൾ ആയിട്ട്
മാറ്റിയല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. നമ്മൾ 5ാം ക്ലാസ്സിന്റെ കാര്യം, 6ാം ക്ലാസ്സിന്റെ കാര്യം, 7ാം ക്ലാസ്സിന്റെ കാര്യം കൂടി ഒരുമിച്ച് ഒരൊറ്റ ടേബിൾ ആയിട്ട് എഴുതി. സിമ്പിൾ അല്ലേ? ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യാനായിട്ട് നമുക്ക്. അപ്പൊ നോക്കാം, നമുക്ക് അടുത്തത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. നോക്കാം, ഇത് നോക്കിക്കോ. ഇനി വേറെ ഒന്നും നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനില്ല. ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ഇനി നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. അപ്പൊ മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും വായിച്ചു നോക്കാട്ടാടാ. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അല്ലാതെ എക്സ്ട്രാ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും വായിക്കാം. നോക്കിക്കോ. The population of the various districts of our state according to the 2011 census is given in the table below. Okay, അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2011 ഒരു സെൻസസ് പ്രകാരമുള്ള കേരളത്തിലെ പല ജില്ലകളും അവിടുത്തെ ജനസംഖ്യകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളും കൊടുത്തിട്ടുണ്ട്. അതേ ബാക്കി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മിസ് അടുത്ത സ്ലൈഡിലേക്ക് ഇട്ടതാണ്. നോക്കിക്കോ. അപ്പൊ 14 ജില്ലകളും അവിടുത്തെ ജനസംഖ്യ പോപ്പുലേഷനും എത്ര വീതമാണ് എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കി കാസർഗോഡ് എത്ര വന്നിട്ടുണ്ട്? 1307375 അല്ലെ. ഇങ്ങനെ ജനസംഖ്യ അല്ലെ, പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കുക, ശരിക്കും ഒന്ന് നോക്കുക എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഈ താഴെ പറയുന്നുണ്ട്. നോക്കിക്കോ. Rewrite the table with populations in the ascending order. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയിൽ നിന്ന് ഏറ്റവും കൂടിയ ജനസംഖ്യ എന്ന ക്രമത്തിൽ ഈ പട്ടിക മാറ്റി എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പട്ടികയെ, ഈ ഒരു ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മക്കളെ ഈ അസെൻഡിങ് ഓർഡർ? മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുമിച്ചുള്ളത് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്താണ് ഈ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്? അസെൻഡിങ് പിന്നെ ഡിസെൻഡിങ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അസെൻഡിങ് ഓർഡർ അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എന്ന് പറയുന്നടാ? എന്താണ്, ഓർമ്മയുണ്ടോ? അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ മലയാളത്തില്? ആരോഹണ ക്രമം എന്ന് പറയും അല്ലെ. ആരോഹണ ക്രമം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ അല്ലെ. അതുപോലെ ഡിസെൻഡിങ് ഓർഡറിനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? അവരോഹണ ക്രമം എന്ന് പറയും. എന്താണ് ഈ ആരോഹണ ക്രമം അവരോഹണ ക്രമം എന്ന് പറയുന്നതാ? എന്താണ്, ഓർക്കുന്നുണ്ടോ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണെന്നറിയോ? നമ്മൾ ചെറുതിൽ നിന്ന്, സ്മോൾ ടു ബിഗ് അല്ലെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അസെൻഡിങ് ഓർഡറിനെയാണ്, ആരോഹണ ക്രമത്തിനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മുടെ ടേബിളിനെ ഒന്ന് മാറ്റി എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതേ പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിനെ നമുക്ക് എങ്ങനെ മാറ്റണം? അസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതണം. എന്താണ് അസെൻഡിങ് ഓർഡർ? ഇവിടെ പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോപ്പുലേഷൻസിൽ നമുക്ക് എന്ത് വേണോടാ? ഏറ്റവും ചെറിയ പോപ്പുലേഷൻ വരുന്നത് മുതൽ ഏറ്റവും വലുത് വരെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതണം. റെഡി ആണല്ലോ? നമുക്ക് മാറ്റി എഴുതാലോ? അപ്പൊ നോക്കട്ടെ, ഇതേ മിസ് ഇവിടെ ചോദിക്കുകയാണ്, ഈ പോപ്പുലേഷൻസ് ഇവിടെ കുറെ തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാടാ? ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എങ്ങനെയാ ഏറ്റവും ചെറിയ സംഖ്യയെ കണ്ടുപിടിക്കുന്നത്? മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാടാ. ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അക്കങ്ങളുടെ എണ്ണം കുറവായിട്ടുള്ള നമ്പർ ആയിരിക്കും എന്താ? ഏറ്റവും ചെറിയ നമ്പർ. ഇനി മിസ് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ നോക്കിക്കോട്ടാടാ. നോക്കിക്കോ, 10
100. ഇതിൽ ഏതാ വലുത്? 10 ആണോ 100 ആണോ വലുത്? നമുക്കറിയാം 100 ആണ് വലുത് അല്ലെ. കാരണം എന്തുകൊണ്ടാ? 100ൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, എത്ര അക്കങ്ങളുണ്ട്? 1, 2, 3 അക്കം ഉണ്ട്. പക്ഷെ 10ൽ എത്ര ഡിജിറ്റേ ഉള്ളൂ? 2 ഡിജിറ്റേ ഉള്ളൂ അല്ലെ. 2 അക്കങ്ങളേ ഉള്ളൂ. അപ്പോൾ അക്കങ്ങളുടെ എണ്ണം ഏതിനാണോ കൂടുതലായിട്ട് വരുന്നത് അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഏതിനാണോ കുറവ് വരുന്നത് അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ ഇവിടെ നോക്കി, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നോക്കി 817420. ഇവിടെ കണ്ടോ വയനാടിന്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു നമ്പർ അല്ലെ. ഇതെന്താ? ചെറിയ നമ്പർ ആണ് അല്ലെ. ഇവിടെ നോക്കിയടാ, ഇവിടെ എത്ര ഡിജിറ്റുകൾ വരുന്നുണ്ട് നോക്കി. 1 2 3 4 5 6 അല്ലെ. 6 ഡിജിറ്റ് വരുന്ന, 6 അക്കങ്ങൾ വരുന്ന ഒരു നമ്പർ ആണിത് അല്ലെ. പക്ഷെ ബാക്കിയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോടാ, ബാക്കി എല്ലാ നമ്പറിലും 7 അക്കങ്ങളുണ്ട്. ഇതിന് മാത്രമാണ് എന്തുള്ളത്? 6 അക്കമുള്ളത്. അപ്പൊ ഏതായിരിക്കും ഏറ്റവും ചെറുത്? ഈ ഒരു നമ്പർ ആയിരിക്കും ഏറ്റവും ചെറുത്. അപ്പൊ വയനാടായിരിക്കും ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ എന്തെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ 2011 സെൻസസ് പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നോക്കാം, നമുക്ക് ഏറ്റവും കുറവ് ജനസംഖ്യ വരുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. അപ്പൊ നമുക്ക് എഴുതാലോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ടേബിള് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റീറൈറ്റ് തന്നെ എഴുതാം കേട്ടോ. ഫസ്റ്റ് വൺ വയനാട് പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. മിസ് ഇവിടെ ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്താണ് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണോടാ? എക്സാമിന് എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലേക്കൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടും റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എടുത്ത് വേണം എഴുതാൻ കേട്ടോ. അപ്പൊ ഇവിടെ മിസ് പറയാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആരെയാണ്? വയനാടിനെയാണ്. മിസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ അടുത്ത ഈ വയനാട് ഒഴികെ മിസ് ഈ വയനാട് ഒഴികെ ബാക്കിയുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും നമ്പർ ഓഫ് ഡിജിറ്റ്സ് അഥവാ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആണ്. എല്ലാവർക്കും അക്കങ്ങളുടെ എണ്ണം തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയാണ് ചെറുത് അല്ലെങ്കിൽ ഏതാണ് വലുത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ മക്കളെ? ഇനി ആദ്യത്തെ ഡിജിറ്റ് ഏറ്റവും ചെറുത് വരുന്നത് ആർക്കാണ് എന്നുള്ളത് നോക്കണം. എന്ത് നോക്കണം? ആദ്യത്തെ ഡിജിറ്റ് അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ അക്കങ്ങളുടെ എണ്ണം, തുകയല്ല എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് തുല്യമാണെങ്കിൽ ഉള്ള കാര്യമാണ് മിസ് പറയുന്നത് കേട്ടോ. അല്ലാത്ത കാര്യമല്ല. നമ്പർ ഓഫ് ഡിജിറ്റ്സ് തുല്യമാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യത്തെ ഡിജിറ്റ് ഏറ്റവും ചെറുത് വരുന്നത് ആർക്കാണെന്ന് നോക്കണം. ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം 1 ആണ് അല്ലെ. അപ്പൊ 1 വരുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് മിസ് മാർക്ക് ചെയ്തിടാം. ഇവിടെ 1 വന്നിട്ടുണ്ട് ആദ്യത്തെ ഡിജിറ്റ്. പിന്നെ എവിടെയാണോ 1 വന്നിരിക്കുന്നത്? ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം അല്ലെ. 3 സ്ഥലത്താണ് നമുക്ക് 1 കാണുന്നത്. വേറൊരു സ്ഥലം കൂടി ഉണ്ട്. മിസ് കണ്ടില്ല. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടി നമ്മുടെ 1 വന്നിട്ടുണ്ട് അല്ലെ. ഇനി മിസ് ചോദിക്കട്ടെ, അപ്പൊ 3 പേർക്ക് 1 വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആരെ ഏറ്റവും ചെറുത്? അതറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഡിജിറ്റ് കൂടി നോക്കുക. രണ്ടാമത്തെ ഡിജിറ്റ് ആർക്കാണ് ഏറ്റവും കുറവ് എന്നുള്ളതൊന്നും നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് 3 ആണ്. അടുത്തേത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് 1 ആണ്. അടുത്തേത് ഇവിടെ 9 ആണ്. ഇവിടെ 1 ഉണ്ട്. വീണ്ടും ഏതാ ചെറുത്? നമുക്കറിയാം 1 ആണ് ചെറുത് അല്ലെ. 3 ഇവിടെ 3 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 ഉണ്ട്. ഇവിടെ 1 ഉണ്ട്. ഇവിടെ 9 ഉണ്ട്. ഇവിടെ വീണ്ടും 1 ഉണ്ട്. അപ്പൊ ഏതാ ചെറുത്? 1 ആണ് ചെറുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി വരുന്ന 2 എണ്ണത്തിന് അങ്ങോട്ട് മാറ്റാം. മിസ് മാറ്റാണ്. ഇതും മാറ്റി, ഇതും മാറ്റി. നമുക്ക് കിട്ടിയ 1 ആണ്. ഇവർ രണ്ടുപേരാണ് ചെറുത്. ഇനി ഇവർ രണ്ടുപേരിൽ ആരാണ് ചെറുത്? അതുകൂടി നമുക്കറിയണ്ടേ അല്ലെ. നമുക്ക് ഓരോരുത്തരെ വെച്ച് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരിലും ആരായിരിക്കും ചെറുത് എന്ന് പറയുന്നത്? അത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത ഡിജിറ്റ് ഒന്ന് എടുത്ത് നോക്കുക. അടുത്ത ഡിജിറ്റ് നോക്കിയടാ. ഇവിടെ 0 ആണ്. ഇവിടെ നോക്കുമ്പോ എന്താ? 9 ആണ്. 0 ആണോ 9 ആണോ ചെറുത്? നമുക്കറിയാം 0 ആണ് ചെറുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഇടുക്കിയാണ് ഏറ്റവും ചെറുത് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എന്തെഴുതാൻ പറ്റി? ഇടുക്കിയാണ് അടുത്ത ചെറിയ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത പോപ്പുലേഷൻ കുറവ് വരുന്ന സ്ഥലം ഇടുക്കിയാണ്. നമുക്ക് 2 എന്ന് മിസ് ഇവിടെ ഇടുക്കിക്ക് മാർക്ക് ചെയ്തു. ഇനി അടുത്ത ആളെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അടുത്ത ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വീണ്ടും 1 ഉള്ള ആൾക്കാരെ മിസ് മാർക്ക് ചെയ്തു. 1 ഇവിടെ ഉണ്ട്. പിന്നെ ഇടുക്കി നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പൊ തന്നെ നമ്മൾ ഇനി നോക്കണ്ട. ഇവിടെ ഉണ്ട്. ഇവര് 3 പേരിൽ ആരാണ് ചെറുത്? നമുക്ക് ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ പറയാം ഏതാണ് ചെറുത്. ഇതാണ് നമ്മുടെ ചെറുത് അല്ലെ. പത്തനംതിട്ടയാണ് ചെറുത് അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഡിജിറ്റ് ചെറുത് വരുന്നത് ആർക്കാണ്? പത്തനംതിട്ടയ്ക്കാണ്. സോ ചെറുത് എന്ന് പറയുന്നത് ഏതായിരിക്കും? പത്തനംതിട്ടയാണ്. അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം. 3ാമത്തെ പൊസിഷനിൽ വരുന്നത്
പത്തനംതിട്ടയാണ്. ഓക്കെ, ഇനി അടുത്ത പൊസിഷനിൽ ആരായിരിക്കും? ദേ ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ഒരാളായിരിക്കും അല്ലെ. അപ്പൊ ആരായിരിക്കും ചെറുത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ദേ ഇവിടെ 9 ആണ് സെക്കൻഡ് ഡിജിറ്റ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ 3 ആണ് സെക്കൻഡ് ഡിജിറ്റ്. അപ്പൊ ആരായിരിക്കും ചെറുത്? കാസർഗോഡാണ് ചെറുതായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ 4th പൊസിഷനിൽ വരുന്ന കാസർഗോഡാണ്. പിന്നെ 5th പൊസിഷനിൽ ആരായിരിക്കും? നമ്മൾ ഇതേ മാർക്ക് ചെയ്ത് വെച്ച നമ്മുടെ കോട്ടയം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേടാ? സിമ്പിൾ അല്ലേ? ഏതാണ് ചെറുത് ഏതാണ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അടുത്ത് എന്ത് ചെയ്യണം നമ്മൾ? 1ന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 2ന്റെ ആൾക്കാരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ നോക്കിക്കോ, ദേ 2 ഇവിടെയുണ്ട്, ദേ 2 ഇവിടെയുണ്ട്, ദേ വീണ്ടും 2 ഇവിടെയുണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ. വേറെ 2 ഉണ്ടോ? ഇല്ല. ഇവിടെ ഇത്രയും പേർക്കാണ് 2 ഉള്ളത് അല്ലെ. ഇനി ഇതിൽ നിന്ന് ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡിജിറ്റ് നോക്കുക. ആദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ദേ 1 ആണ് ചെറുത്. സോ ആലപ്പുഴ ആയിരിക്കും അടുത്ത പൊസിഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ 1 2 3 4 5 6 വരെ നമ്മൾ എത്തി, ആലപ്പുഴ വരെ നമ്മൾ എത്തി കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റഡ് എന്ന് മിസ്സിനൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, കംപ്ലീറ്റ് ചെയ്യുന്നവരെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ മക്കൾ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് അസെൻഡിങ് ഓർഡർ, എന്താണ് ഡിസെൻഡിങ് ഓർഡർ എന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് വരുമ്പോൾ അസെൻഡിങ് ഓർഡർ ആയിരിക്കില്ല ചോദിക്കുന്നത്, ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ വരരുതപ്പോ. എന്താ ചെയ്യേണ്ടത്? ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വേണം എഴുതാൻ കേട്ടോ. നമ്മളിപ്പോ അസെൻഡിങ് ആയതുകൊണ്ടാണ് ചെറിയ നമ്പേഴ്സ് വീതം ഇങ്ങനെ കണ്ടുപിടിച്ച് പോയത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, സോ നമ്മൾ ഇതേ പോകുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ നോക്കാടാ, നോക്കിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റൺസ് സ്കോർഡ് ബൈ എ ടീം ഇൻ ദ ഫസ്റ്റ് 10 hours of a one-day match is given below. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്രിക്കറ്റ് അല്ലെ, ക്രിക്കറ്റിന്റെ ഒരു എന്താണ് സ്കോറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിളിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആൻസറുകൾ ചെയ്യണം കേട്ടോ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ടേബിളിൽ എന്താ കാണാൻ പറ്റുന്നത്? നോക്കിക്കോടാ, ഇവിടെ ബോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേ റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 5 6 എഴുതിയിട്ടുണ്ട്. ഓവർ എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 6 10 വരെയുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? മിസ് പറഞ്ഞുതരാം. എത്രയേ ഉള്ളൂടാ? ഒരു ഓവർ എന്ന് പറയുന്നത് അതിൽ 6 ബോൾ ആണുള്ളത് കേട്ടോ. ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ട്? 6 ബോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓവർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓവർ അല്ലെ. ഫസ്റ്റ് ഓവറിൽ 6 ബോൾ ആണുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് ബോളില് 2 റൺസ് ആണ് നമ്മുടെ ടീമിന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ബോളില് 0 റൺസ് ആണ്. തേർഡ് ബോളില് 0 റൺസ് ആണ്. ഫോർത്ത് ബോളില് 2 റൺസ് കിട്ടിയിട്ടുണ്ട്. ഫിഫ്ത്ത് ബോളിൽ 0 ആൻഡ് സിക്സ്ത് ബോളിൽ 0. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫസ്റ്റ് ഓവർ കഴിയുമ്പോൾ നമ്മുടെ ടീമിന് എത്ര റൺസ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും 2 റൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ ഫസ്റ്റ് ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ടടാ? 4 റൺസ് ആണ് നമ്മുടെ ടീമിന് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 4 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിലോ, സെക്കൻഡ് ഓവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഓവറിൽ എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ. ഫസ്റ്റ് ബോളിൽ 1 കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ബോളിൽ 4 വന്നിട്ടുണ്ട്, ആൻഡ് ഫോർത്ത് ബോളിൽ 2 വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര റൺസ് ആണ് നമ്മുടെ ടീമിന് കിട്ടിയിരിക്കുക? 1 + 4 ദാറ്റ് ഈസ് 5. 5 + 2 7 റൺസ് ആണ് കിട്ടുക ആണല്ലോ. ഓക്കെ, അപ്പൊ ഓരോ ഓവറിലും എത്ര റൺസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. നോക്കി, calculate the total runs. Okay, total runs secured in each over and showed in the table like this. Okay, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ ഇതേ വലിയൊരു ടേബിൾ ആണല്ലേ. കണ്ടോ, മിസ്സിന്റെ നമ്മുടെ സ്ലൈഡിൽ തന്നെ തികയുന്നില്ല, അതുപോലത്തെ വലിയൊരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിളിനെ നമ്മളോട് ചെറുതാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ചെറുതാക്കാൻ പറഞ്ഞിരിക്കുന്നേടാ? ഇവിടെ ഒരു ടേബിൾ അവർ തന്നിട്ടുണ്ട്, ഇതുപോലെ ചെറുതാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഓവറും റൺസും. ഒരു ഓവറിൽ ഫസ്റ്റ് ഓവറിൽ എത്ര റൺ കിട്ടി ഇവിടെ എഴുതണം, സെക്കൻഡ് ഓവറിൽ എത്ര റൺ കിട്ടി ഇവിടെ എഴുതണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ടേബിളിനെ ചെറുതാക്കി എഴുതി വെക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, നമുക്ക് കണ്ടുപിടിക്കാലോ. കണ്ടുപിടിക്കാം, നോക്കാം നമുക്ക്. ഓക്കെ, സോ നമ്മൾ ദേ എഴുതാനായിട്ട് പോവാണ്. നോക്കിയോടാ, അതെ നമ്മുടെ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ,
ഫസ്റ്റ് ഓവറിൽ നമുക്കറിയാം ടോട്ടൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ട്. അതെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 4 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഫസ്റ്റ് ഓവറിൽ 4 റൺസ്. മിസ് എഴുതി 1ന് താഴെ എന്ത് എഴുതി വെച്ചു? 4 എഴുതി വെച്ചു. സിമ്പിൾ ആണ് അല്ലെ. ഇനി അടുത്ത ഓവർ നോക്കി, സെക്കൻഡ് ഓവർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ട്? അതെ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, അതെ ഇവിടെ 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 7 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ മിസ് ഇവിടെ 7 എന്ന് എഴുതി. ഇതുപോലെ അടുത്ത കണ്ടുപിടിക്കാടാ. തേർഡ് ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ട്? അതെ ഇവിടെ 4ഉം ഇവിടെ 1ഉം ഇവിടെ 1ഉം ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയായി? 6 എന്ന് നമുക്ക് കിട്ടും. സോ ദേ മിസ് ഇവിടെ എഴുതുന്നു 6 എന്ന്. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് ഓവർ. വേഗം 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 പിടിപിടിന്ന് എല്ലാവരും ചെയ്യാം കേട്ടാ. ഫോർത്ത് ഓവറിൽ നമുക്ക് നോക്കാം. ഫോർത്ത് ഓവറിൽ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് അല്ലെ. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. 6 + 1 7 എന്ന് നമുക്ക് കിട്ടും. സോ ഫോർത്ത് ഓവറിൽ 7 റൺസ് ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ഓവർ കേട്ടോ. ഫിഫ്ത്ത് ഓവറിൽ ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാടാ? 8 ആയി അല്ലെ. 8 ആയി അല്ലെ. ഫിഫ്ത്തിന് നമുക്ക് എത്ര കിട്ടി? 8 റൺസ് എന്ന് കിട്ടി. ഇതുപോലെ മിസ് വേഗം വേഗം ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങളും സ്പീഡാക്കുക. നോക്കാം, സിക്സ്ത് ഓവറിൽ നമുക്ക് 2 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 6 ആണ് ടോട്ടൽ റൺസ് എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് സെവൻത് ഓവറിലേക്ക് നമ്മൾ പോകുന്നു. 1 4 2 1. ടോട്ടൽ എയിം എന്ത് കിട്ടും നമുക്ക്? 1 + 4 5 ആണ്. 5 + 2 7, 7 + 1 is 8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ സെവൻത് ഓവറിൽ 8 റൺസ് നമുക്ക് കിട്ടി. 8 ഓവറിൽ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലെ. 2 + 2 4, 4 + 3 എന്ന് പറയുന്നത് 7. അപ്പൊ എഗെയിൻ നമുക്ക് 8 ഓവറിൽ 7 റൺസ് എന്ന് കിട്ടി. ഇനി അടുത്തത് 9th ഓവറിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലെ. 6 + 2 എന്ന് പറയുന്നത് 8 ആണ്. 8 + 2 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഇത് നോക്കിയിട്ട് അടുത്ത് താഴെ വരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. മിസ് പറയാട്ടോ ഏതാണെന്നുള്ളത് മിസ് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓവറിൽ ഫസ്റ്റ് ബോളിൽ 6 ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫോർത്ത് ബോളില് 4 റൺസ് വരുന്നുണ്ട്. പിന്നെ സിക്സ്ത് ബോളിൽ 2 റൺസ് ആണ്. എത്രയൊക്കെയാണ്? 6ഉം 4ഉം 2ഉം ആണ്. 6 + 4 10 വരും. 10 + 2 12 എന്ന് നമുക്ക് കിട്ടും. സോ ഇത് നമുക്ക് എഴുതാം, ഇവിടെ 12 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇപ്പൊ നോക്കിക്കോ, ഓവർ വെച്ചിട്ട് ഓരോ ഓവറിലും എത്ര റൺസ് ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ടേബിൾ ആണ് നമ്മൾ എഴുതിയത്. ഫസ്റ്റ് ഓവറിൽ 4 റൺസ്, അടുത്തത് എന്ത് വരും? സെക്കൻഡ് ഓവറിൽ 7 റൺസ് അല്ലെ. അങ്ങനെ ഓരോന്നും നമ്മൾ 10 ഓവറിലെയും റൺസ് എത്രയാണ് ടോട്ടൽ വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇത് മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടടാ, കഴിഞ്ഞിട്ടില്ലടാ. നോക്കിക്കോ, ദേ വരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാക്കി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഹൗ മെനി റൺസ് were scored in first 10 overs? 10 ഓവറിൽ ആകെ എത്ര റൺ കിട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് എന്താണ്? 10 ഓവറിലായിട്ട് ആകെ എത്ര റൺ കിട്ടി എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക, 10ാമത്തെ ഓവറിൽ എത്ര റൺ കിട്ടി എന്നുള്ളതല്ല, 10 ഓവറിലും കൂടി ടോട്ടൽ എത്ര റൺ കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാലോ. ഫസ്റ്റ് ഓവറിൽ 4 ഉണ്ട്, സെക്കൻഡ് ഓവറിൽ 7 ഉണ്ട്. അങ്ങനെ 10 ഓവർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം നമ്മള്? ഇവരെല്ലാവരെയും കൂടി അങ്ങനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 ഓവറിലും ടോട്ടൽ എത്ര റൺസ് കിട്ടി നമ്മൾ അറിയാൻ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും ആഡ് ചെയ്യുക. 4 + 7 + 6 + 7 + 8 + 6 + 8 + 7 + 10 + 12. ഇവരെല്ലാവരെയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? വേഗം എല്ലാവരും ആഡ് ചെയ്തെന്ന് പറഞ്ഞു. മിസ്സിന്റെ പിള്ളേരൊക്കെ എല്ലാവരും അഡീഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മിസ്സിന് അറിയാം. സോ എല്ലാവരും വേഗം ആൻസർ കമന്റ് ചെയ്തിടാ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? എന്തായിരിക്കും ആൻസർ വരിക? എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. എല്ലാ റൺസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? വെരി ഗുഡ്. നമുക്ക് എന്ത് വരും? 75 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 75 ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാലോ. എത്രയാണ് ടോട്ടൽ റൺസ് എന്ന് പറയുന്നത്? 75 റൺസ് ആണ് ടോട്ടൽ ആയിട്ട് ആകെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? In how many overs were more than 6 runs scored? Okay, 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവറുകൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ്? 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ
എത്ര ഓവറുകൾ? നമുക്ക് നോക്കാലോ. 6 ഓവറിൽ കൂടുതൽ വേണേ, 6 ഓവറിൽ കൂടുതൽ. അപ്പൊ 6 ഓവറിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയടാ, ഏതിനൊക്കെയാണ് 6 ഓവർ അല്ല, 6 റൺസിൽ കൂടുതൽ കിട്ടിയ ഓവറുകൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ ഇവിടെ നോക്കിയതേ സെക്കൻഡ് ഓവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഓവർ മിസ് എടുക്കുകയാണെ, സെക്കൻഡ് ഓവർ എടുക്കുകയാണെങ്കിൽ നോക്കിയടാ, അവിടെ 7 ആണ് വന്നിരിക്കുന്നത് അല്ലെ, 7 റൺസ് ആണ് വന്നിരിക്കുന്നത്. 7 എന്ന് പറയുന്നത് 6-നേക്കാളും വലുതല്ലേ? ആണ്. ഓക്കെ, ഇപ്പൊ 6-നേക്കാളും കൂടുതൽ റൺസ് എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ സെക്കൻഡ് ഓവറിൽ വന്നിട്ടുണ്ട്. വീണ്ടും ദേ ഫോർത്ത് ഓവറിൽ നോക്കുവാണെങ്കിലോ, അവിടെ എന്ത് വന്നിട്ടുണ്ട്? 7 റൺസ് 6-നേക്കാളും കൂടുതൽ വന്നിട്ടുണ്ട്. വീണ്ടും ദേ ഫിഫ്ത് ഓവർ നോക്കുകയാണെങ്കിൽ ദേ അവിടെയും 8 6-നേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇനി ദേ 7th ഓവർ വീണ്ടും എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? 8 ഉണ്ട്, 6-നേക്കാളും കൂടുതലാണ്. വീണ്ടും ദേ 8th ഓവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് വരുന്നുണ്ട്? 7 വരുന്നുണ്ട്, അതും 6-നേക്കാളും വലുതാണ്. വീണ്ടും ദേ 9 10 അല്ലെ, രണ്ടിടത്തും 10ഉം 12ഉം ആണ്. 6-നേക്കാളും കൂടുതൽ റൺസ് വന്നിട്ടുണ്ട് അല്ലെ. 6-നേക്കാളും കൂടുതൽ റൺസ് വന്നിരിക്കുന്ന എത്ര ഓവറുകൾ ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ഓവർ ഉണ്ടെന്ന് നോക്കിക്കോ. 1 2 3 4 5 6 7. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7 ഓവറുകളിലാണ് എന്താണ് കിട്ടിയിരിക്കുന്നത്? 6-ൽ കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ എഴുതാലോ. എന്താണ്? 7 ആണ് ആൻസർ വരാം കേട്ടോ. 7 ഓവറിലാണ് എന്ത് വന്നിരിക്കുന്നത്? 6-ൽ കൂടുതൽ റൺസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയടാ. അപ്പൊ 6-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇല്ലേ മക്കളെ, 6-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ എടുക്കരുത്? 6-നെ എടുക്കരുത്. 6-നേക്കാളും വലിയ നമ്പേഴ്സിനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചിലരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് 6-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ 6-നെ പിടിച്ച് അവിടെ എഴുതും. 6 എടുക്കരുത്, 6-നേക്കാളും വലിയ നമ്പേഴ്സ് മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. ചിലർക്ക് ഡൗട്ട് വരും, അതാണ് മിസ്സി പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ ഹൗ മെനി ഓവേഴ്സ് വർ ലെസ് ദാൻ 6 റൺസ് സ്കോർഡ്? ഓക്കെ, 6 റണ്ണിൽ കുറവ് കിട്ടിയ എത്ര ഓവറുകൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 6 റണ്ണിൽ കുറവ് കിട്ടിയിരിക്കുന്ന എത്ര ഓവറുകൾ ഉണ്ട്? നമുക്ക് നോക്കാം. 6 റണ്ണിൽ കുറവ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? 6 എടുക്കാവോ? അപ്പോഴും മക്കളെ എന്തെടുക്കാൻ പാടില്ലടാ? 6 എടുക്കാൻ പാടില്ല കേട്ടോ. 6 നമ്മൾ എടുക്കാൻ പാടില്ല. 6-ൽ കുറവ് എന്ന് പറയുമ്പോൾ 6-നേക്കാളും ചെറുതായിട്ടുള്ള നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ 6-ൽ കുറവ് വന്നിരിക്കുന്ന എവിടെയാണ്? നിങ്ങളൊന്ന് ശരിക്കും നമ്മുടെ ടേബിൾ നോക്കി. 6 റൺസിൽ കുറവ് വന്നിരിക്കുന്നത് ഏത് ഓവറിലാണ്? നോക്കിക്കോ. നമുക്ക് ഇവിടെ കാണാം 4 വന്നിട്ടുണ്ട് അല്ലെ, 4 റൺസ് വന്നിട്ടുണ്ട്. അത് 6-നേക്കാളും ചെറുതല്ലേ 4 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫസ്റ്റ് ഓവറിലാണ് എന്ത് വന്നിരിക്കുന്നത് മക്കളെ? 6-ൽ കുറവ് റൺ വന്നിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും 6-ൽ കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, 6-ൽ കുറവ് വന്നിരിക്കുന്നത് എവിടെ മാത്രമാണ് മക്കളെ? ഫസ്റ്റ് ഓവറിൽ മാത്രമാണ്. 6-ൽ കുറവ് എന്ന് പറയുമ്പോൾ 6-നെ നിങ്ങൾ എടുക്കരുത്. 6-നേക്കാളും ചെറുത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ചെറുതായിട്ട് വന്നിരിക്കുന്നത്? 4 റൺസ് ആണ് ചെറുതായിട്ട് വന്നിരിക്കുന്നത്. അതെവിടെയാ വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓവറിൽ. അപ്പൊ ഒരേ ഒരു ഓവറിൽ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്? 6 റൺസിൽ കുറവ് എന്ത് വരുന്നത്? റൺ വരുന്നത്. സോ ദ ആൻസർ ഇസ് 1. എത്ര ഓവറിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പറയാം ഒരു ഓവറിൽ മാത്രമാണ് 6 റണ്ണിൽ കുറവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ ബി ഗെറ്റ് ഫ്രം ദിസ് ഷോർട്ട് ആൻഡ് ടേബിൾ? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കുറെ വിവരങ്ങൾ നമുക്ക് കിട്ടും അല്ലെ. എന്തൊക്കെ നമുക്ക് കിട്ടും? നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതേ നോക്കിക്കോ. 6 റൺ കിട്ടിയിരിക്കുന്ന ഓവറുകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ഓവർ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? 6ാമത്തെ ഓവർ, അതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 3ഉം 6ഉം അല്ലെ. മൂന്നാമത്തെ ഓവറിലും 6ാമത്തെ ഓവറിലുമാണ് എന്ത് വന്നിരിക്കുന്നത്? 6 റൺ വന്നിരിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ അല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. 6 റൺസ് കിട്ടുന്നത് മൂന്നാമത്തെ ഓവറിലും 6ാമത്തെ ഓവറിലുമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ? 10-ൽ കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് ഏത് ഓവറിലാണ്? നമുക്ക് പറയാം 10ാമത്തെ ഓവറിലാണ് അല്ലെ. 12 റൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഏറ്റവും കുറവ് റൺസ് കിട്ടിയിരിക്കുന്ന ഏത് ഓവറിലാണ്? ഫസ്റ്റ് ഓവറിലാണ്. ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? 10th ഓവറിലാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഒരു ടേബിളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെ, നമുക്ക് മനസ്സിലാക്കാനായിട്ട്, കണ്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മിസ് ഇപ്പോൾ പറഞ്ഞ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്തായിരിക്കും? പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിന് വേറെ വന്നിരിക്കുന്നത് എന്താടാ? നമ്മുടെ അടുത്ത
ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ടേബിൾസിനെ പറ്റിയിട്ടായിരുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ പിക്ചേഴ്സ്, ചിത്രങ്ങളെ പറ്റി നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഗ്രാഫിനെ പറ്റി നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ്. അപ്പൊ മക്കളെ, നമുക്ക് ദേ ഇവിടെ ഇല്ലേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാടാ. ഒരു ഏത് ഇയർ ആണെന്ന് മിസ് ഓർക്കുന്നില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു മാച്ചിന്റെ, ക്രിക്കറ്റ് മാച്ചില് ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്ന മാർക്ക് മീൻസ് എന്താണ്? റൺസ്. ഓക്കെ, ഈ റൺസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓവർ തന്നിട്ടുണ്ട്, റൺസ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോ ഓവറിൽ നോക്കി, ഫസ്റ്റ് ഓവറിൽ 11 റൺസ് അവർക്ക് കിട്ടി, സെക്കൻഡ് ഓവറിൽ 9 റൺസ് കിട്ടി, തേർഡ് ഓവറിൽ 8 റൺസ് കിട്ടി. അങ്ങനെ ടോട്ടൽ എത്ര ഓവർ ഉണ്ട് നോക്കിയാൽ അതേ പോയി എവിടെ എത്തി? 20 ആയി അല്ലെ. 20 ഓവറിലും എത്ര റൺസ് വീതം കിട്ടി എന്നുള്ള ഒരു ഡേറ്റയാണ്, ഒരു വിവരം അടങ്ങുന്ന ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ടേബിൾ ഇങ്ങനെ നമുക്ക് വലിയൊരു ടേബിൾ ആണ് അല്ലെ. ഈ ടേബിൾ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ ഇതിന് ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത്, ഏത് ഓവറിലാണ് ഏറ്റവും കുറവ് റൺസ് കിട്ടിയിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു പ്രയാസമുള്ള പരിപാടിയാണ് അല്ലെ, കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ പ്രയാസം വരുമ്പോൾ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഇതിനെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഒരു ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കും. എന്ത് വരയ്ക്കും? ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്ന ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഒരു ഗ്രാഫ്. കണ്ടോടാ, ഈ പറയുന്ന നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ഒരു ടേബിളിനെ ആസ്പദമാക്കിയിട്ട് വരച്ചിരിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത് മക്കളെ. ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോടാ? ബാർ ഗ്രാഫ് എന്നാണ് കേട്ടോ. ബാർ ഗ്രാഫ് ഇതെന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കാം. ബാർ ഗ്രാഫ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഓരോ റെക്ടാംഗിൾസ് കാണാൻ പറ്റും അല്ലെ. നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെ. ഇവിടെ കുറെ റെക്ടാംഗിൾസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ട്, ഇവിടെ റെക്ടാംഗിൾ ഉണ്ട്, അങ്ങനെ മൊത്തത്തിൽ റെക്ടാംഗിൾസ് ഉണ്ട്. ഈ റെക്ടാംഗിൾസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് അറിയോടാ? ബാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ ഈ റെക്ടാംഗിൾസിനെ. ഓക്കെ, ബാർ ഗ്രാഫ് എന്ന് പറയാൻ പേര് വരാൻ കാരണം അതുകൊണ്ടാണ്, ബാറുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത 6ാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ശരിക്കും പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാടാ, ഈ ഗ്രാഫിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഈ ഗ്രാഫ് വരക്കുമ്പോഴേ നമുക്ക് 2 ലൈൻസ് ആണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ ആയിട്ട് ഇത് താഴേക്ക് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് നേരെ നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനുണ്ട് കേട്ടോ. ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ വരച്ച ലൈന് നമ്മൾ എക്സ് എന്നും, അതുപോലെ തന്നെ നമ്മളെ ഈ വെർട്ടിക്കൽ ആയിട്ട് താഴേക്ക് വരച്ചിരിക്കുന്ന ലൈനിനെ നമ്മൾ വൈ എന്നും വിളിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടി മിസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന എന്തിനെയാണ്? ഓവേഴ്സിനെയാണ്. നമുക്ക് തന്നിരിക്കുന്ന 20 ഓവറുകളെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. 20 ഓവറുകളെ നോക്കാതെ നോക്കിക്കോ. 1 2 3 4 അങ്ങനെ പോയി എവിടെ വരെ എത്തിയിട്ടുണ്ട്? 20 ഓവർ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ, ഈ വൈ എന്ന് പറയുന്ന ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നത്? റൺസ് ആണ് കണ്ടോ. 11 9 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റൺസിനെയാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ഈ വൈയില് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താഴെ നമ്മൾ ഓവറുകളും കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഈ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? റൺസിനെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ബാറുകൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് അറിയോ? നോക്കാം നമുക്ക്. അതേ നോക്കിക്കോ. ഫസ്റ്റ് ഓവർ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ഓവർ താഴെയാണ് നമ്മൾ ഓവർ എഴുതുന്നത് മിസ് പറഞ്ഞില്ലേ. ഫസ്റ്റ് ഓവർ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ഓവറിൽ എത്ര റൺസ് ആണ് മക്കളെ കിട്ടിയിരിക്കുന്നത്? 11 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓവറിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു ബാർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. എവിടെ വരെ നമ്മുടെ ബാറിനെ നമ്മൾ പൊക്കും? നീ നോക്കിക്കോ, 11 എവിടെയാണോ ഉള്ളത് അവിടെ വരെ നമ്മുടെ ബാർ വരും. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ. ഇതേ നോക്കി. ഇനി സെക്കൻഡ് ഓവർ നോക്കാം. സെക്കൻഡ് ഓവറിൽ എത്ര റൺസ് ആണ്? 9 റൺസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഓവർ ഇവിടെ എടുക്കുന്നു. 9ന്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, 9 വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബാർ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാർ വരച്ച റൺസും ഓവേഴ്സും മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഫിഗറിൽ അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമ്മൾ മറ്റേതിൽ പഠിച്ചതിനേക്കാൾ, ആ ടേബിളിൽ നമ്മൾ പറഞ്ഞതിനേക്കാളും എളുപ്പത്തില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഏറ്റവും കൂടുതൽ റൺസ്
ഏത് ഓവറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലേ? എവിടെയാണ് വന്നിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ പൊന്തി നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ റെക്ടാംഗിൾ എന്ന് നോക്കിയാൽ മതി അല്ലെ. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും വലിയ നീളത്തിലുള്ള റെക്ടാംഗിൾ വന്നിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ റൺസ് വന്നിരിക്കുന്നത് എവിടെയാണ്? 17ാമത്തെ ഓവറിലാണ്. കണ്ടോ, നമ്മൾ ഫിഗറിലേക്ക് ഗ്രാഫിലേക്ക് അതിനെ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി ആരാണ് വലുത്, അല്ലെങ്കിൽ ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഏറ്റവും കുറവ് റൺസ് വന്നിരിക്കുന്നത് എവിടെയാടാ? ഏറ്റവും കുറവ് റൺസ് നമുക്ക് ഇവിടെ നോക്കാം. അതേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ കുറവ് വന്നിട്ടുണ്ട്, ഇവിടെയും കുറവ് വന്നിട്ടുണ്ട്, ഇവിടെയും കുറവ് വന്നിട്ടുണ്ട്, ഇവിടെയും കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ആ റൺ എന്നറിയാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവരങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരച്ചേക്കുക. അതെ, ഇവരങ്ങോട്ട് നീട്ടി ഇങ്ങോട്ടേക്ക് നമ്മുടെ വൈയിലേക്ക് വരയ്ക്കുക. വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 3 ആണ്. അപ്പൊ 3 റൺസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ് റൺ. ഏറ്റവും കൂടുതൽ റൺ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ ഇങ്ങനത്തെ മുകളിലത്തെ ഭാഗത്തിന് ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുന്നു. വരച്ചു കഴിയുമ്പോൾ എവിടെയാണോ അത് കൂട്ടിമുട്ടുന്നത് ആ ഭാഗമാണ് അല്ലെ, അതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, അപ്പൊ 20 റൺസ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഗ്രാഫ് എന്നുള്ള സംഭവം പിടികിട്ടിയോടാ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ടേബിൾസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഒരു ടേബിൾ തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇപ്പൊ മിസ്സിന് മനസ്സിലാവുന്ന രീതിയിലാണെന്നില്ല നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെ. പലർക്കും പല പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് നമ്മൾ ഓക്കെ ആക്കി അല്ലെ. ടേബിൾസിന്റെ കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യമാണ് എന്താ? ഗ്രാഫ് എന്ന് പറയുന്ന സാധനം അല്ലെ. നമ്മുടെ ടേബിളിനെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ y ഭാഗം അതുപോലെ x ഭാഗം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത് ജസ്റ്റ് മിസ് ഒന്ന് ഇൻട്രോ തന്നേ ഉള്ളൂ. അടുത്ത പാർട്ടില് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ ബൈ.